സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ എം ലൂഫി ഗൈസ്. അങ്ങനെ നമ്മൾ CS കളിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അജയ് ആണ്. എൻ്റെ കൂടെ എല്ലാ ദിവസവും ഫ്രീ ഫയർ കളിക്കുന്ന പ്ലെയറാണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ സോളോ കൂട്ടുകാരന്മാരാരില്ലാണ്ട് തന്നെ പോയി വീഡിയോ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇവൻ മെസ്സേജ് അല്ല, ഇവൻ റിക്വസ്റ്റ് ഇട്ടപ്പോൾ എടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് പിന്നെ ഇവൻ്റെ കൂടെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. പിന്നെ അതല്ലാണ്ട് എനിക്ക് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ കമ്പാക്ട് വീഡിയോയും മറ്റേ രണ്ടാമത്തെ വീഡിയോയും ഇപ്പോൾ വ്യൂസിൻ്റെ കാര്യത്തിൽ കുറേയും കൂടുന്നുണ്ടെന്ന് വെച്ചാൽ കുറേയും കൂടുന്നുണ്ട്. ഒരെണ്ണം ഇപ്പോൾ 60 അത്രയും കണ്ട് കഴിയാറായി. അത് അത്രയും കിട്ടണമെങ്കിലും മറ്റേ വീഡിയോ അത് 200 കണ്ട് ആകാറായി ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ സന്തോഷത്തിൽ എനിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഇന്ന് തന്നെ ചെയ്യാൻ പോകണമെന്ന്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ BR ഇല്ല, CS റാങ്ക് പുഷാണ്. കഴിഞ്ഞ വീഡിയോ BRൽ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നൊന്നെങ്കിൽ നമ്മൾ UMBയുടെ മറ്റേത് കൂട്ടും, ഇല്ലെങ്കിൽ ഇത് ചെയ്യുന്ന. പിന്നെ നമ്മൾ CS ആണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ടൈം എത്ര വൈകിക്കുള്ള സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമ്മൾ ഗെയിമിലെത്തി ഗൈസ്. എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ ഈ വീഡിയോ അല്ലാണ്ട് വേറെ കുറച്ച് വീഡിയോസ് ട്രൈ ചെയ്തായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടി. CS തന്നെ ഇത് ഡയമണ്ട് 3 എങ്ങാണ്ട് പറഞ്ഞ സാധനമാണ്. ഞാൻ ആ കുറേ വീഡിയോസിൽ ഫെയിലായിപ്പോയ വീഡിയോസ് ഇരുന്ന് കളിച്ച് റാങ്ക് പുഷ് ചെയ്ത് ഡയമണ്ട് 5 എത്തിച്ചതാണ്. എന്ന് വെച്ചാൽ അതും ഡയമണ്ട് 5 1 സ്റ്റാർ, അങ്ങനെയല്ല 1 സ്റ്റാറും കൂടെ കിട്ടിയ റാങ്ക് പുഷ് ചെയ്യാൻ പാകത്തിന്. മറ്റേ വീഡിയോ ഫെയിലാകാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് റെക്കോർഡിങ് ഫെയിലിയേഴ്സ് ആയിരുന്നു. പിന്നെ അങ്ങനത്തെ വേറെ കുറച്ച് മലർ പരിപാടികളായിരുന്നു. ഓരോരോ കഴപ്പും മറ്റേ നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആപ്പിൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ നമ്മളിത് സെറ്റായി വന്നില്ലെന്നറിയില്ല. ഞാൻ ഒന്നും നോക്കല്ല, നേരെ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞ് ഗെയിം പ്ലേനെ പറ്റി പറഞ്ഞു പോയായിരുന്നു. അപ്പോൾ അവിടെ 2 പേരുണ്ട്, അവനെ പോയി സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഈ നെറ്റിൻ്റെ കുറച്ച പോക്ക് ഇതുമായിട്ട് മാറിയിട്ടില്ല. കോപ്പ് എന്തായാലും നമ്മുടെ അജയ് ഇതോളും, കാരണം അവന് ഒറിയോണൊക്കെ ഇട്ടുണ്ടെന്നാണ്. ഓക്കെ, കുഴപ്പമില്ലാണ്ട് കളിച്ച് ചെറുക്കാൻ. ഓക്കെ, ഒരു കില്ലും കൂടെ എടുത്തു. ലാസ്റ്റത്തെ കില്ലും കൂടെ ഇവൻ എടുത്താൽ ഗൈസ്, ലാസ്റ്റത്തെ കില്ല് ഇവൻ എടുക്കുവാണെങ്കിൽ ഈ കളി ഫസ്റ്റ് റൗണ്ട് വിക്ടറി ചെയ്യുവാണെങ്കിൽ എല്ലാവരും വീഡിയോ സബ് ചെയ്യണം. സബ് അത്രല്ല ലൈക്കും ഗൈസ് എടുത്തിരിക്കുന്നു. പറഞ്ഞാൽ എല്ലാവരും സബും ലൈക്കും ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഇതേ പ്രതീക്ഷിക്കാവുള്ളൂ. ചെറുതായിട്ടൊന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ഓഫ് ചെയ്യായിരുന്നു. ഞാൻ പുറത്തേക്കൊന്ന് ജസ്റ്റ് പോയതായിരുന്നു ഗൈസ്. പിന്നെ പുറത്ത് വോയിസ് ഉണ്ടായിരിക്കും, കേൾക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഇവിടെ സോങ് ഇട്ട് വെച്ചേക്കുവാണ്. ഞാനല്ല, കോപ്പിറൈറ്റ് അടിക്കാണ്ടിരുന്നാൽ മതി. എൻ്റെ അച്ഛനെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ വന്നിട്ടുണ്ട്, അവർ പാട്ടിട്ട് വെച്ചേക്കുവാണ്. കോപ്പിറൈറ്റ് ഇട്ട് ഞാൻ മുമ്പും ഗൈസ്. അജയ്ക്ക് അവിടെ നിന്ന് അടി കിട്ടണം, നമുക്ക് നോക്കാം. എനിമി ഒരു മാത്രം ഫോണിലാക്കടിക്കുന്നു. പണ്ടാരാ കില്ല് പോയി. നമുക്ക് കില്ലെടുക്കാൻ പറ്റിയില്ല, പക്ഷെ കളി എന്തായാലും ജയിച്ചു പോണ്ട്. കോപ്പ് നല്ല കളിയാണ് ഇപ്പോൾ നമ്മുടെ പോണേ. ഏറ്റവും ബെസ്റ്റായിട്ടാണ് പോണത്. ഫോണിൽ ആകടിപ്പിക്കണു, അതിൻ്റെ കൂടെ കില്ല് പോലും ഇല്ല. ഇത് കണ്ടോ, 0 കില്ല്, അതും നമ്മളൊരു ഹെഡ് ഷോട്ടിന് അത്ര ഡാമേജും. ഇവനെ കൊണ്ട് എനിക്ക് ഇതേ പ്രതീക്ഷയുള്ളൂ. പിന്നെ നമുക്ക് അപ്പോൾ തോക്ക് കിട്ടിയില്ലാന്ന്, മറ്റേതിൻ്റെ അകത്ത് കില്ലെടുക്കാത്തതുകൊണ്ട്. ഇനി നമുക്ക് തോക്ക് എന്തായാലും കിട്ടും. UMB ഓൾവേസ് UMB ഗൈസ്, ബിക്കോസ് നമ്മളൊരു UMB പ്ലെയറാണ്. UMB ഗെയിം പ്ലേ നമ്മുടെ മറ്റേ വീഡിയോസിലേക്ക് കണ്ടു കാണുമായിരിക്കും. ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് മാക്ടാൻ ചുമ്മാ എടുക്കൂല, നമുക്ക് എടുക്കാം. അല്ല, ഇതെവിടെ നിന്ന് ഈ സാധനം? ഇത് എന്തോ ഭാഗത്തിന് കിട്ടിയതാ. ഈ അജയ്ക്ക് നെറ്റ് പോയെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ എനിക്കിപ്പോൾ ഇത് മൈക്കൊന്നും ഈ സാധനം ലോഫ് ആക്കിയിട്ടാണെന്ന് വെച്ചാൽ ഒന്നും ഓണാക്കാൻ പറ്റില്ല. 8 കാലും എൻ്റെ. അപ്പോൾ മറ്റവൻ ഈ സൈഡിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഡൗൺ. പൊക്കെ ഇതെനിക്കിട്ടേക്കും. ടീം ഇതാണ് ഗൈസ്, ടീം സപ്പോർട്ട്. ഇനി എത്ര പേരുണ്ട്? മെഡി അടിക്കാം. അജയ് അവിടെ നിൽക്കുന്നുണ്ട്. ഫക്ക് മൈരി, ഇത് എവിടെ നിന്ന് അടി വന്ന്? അടിയിടാ തടാ പവർ.
ഇവൻ 2v എടുക്കുമല്ലോ നമുക്ക് നോക്കാം ഗൈസ്. മുമ്പിന്ന് വെച്ചാൽ വട്ടത്തിൽ, ചിത്രത്തിൽ, ത്രികോണത്തിൽ കുഴപ്പമില്ല. ഗൺ ലെഗസി ഇല്ലായിരുന്നു, ഇല്ലാതെ നമുക്ക് മറ്റേത് തിരിച്ചെങ്കിലും കിട്ടിയേനെ. നമുക്ക് എന്തായാലും നമ്മുടെ UMP അങ്ങ് എടുക്കാം. ഓൾവേസ് UMP ഗൈസ്. എന്താ പോലെ ഞാൻ ഒരു ടൈപ്പ് ഇതായി പോണ പോലെ വോയിസും സെറ്റാക്കാം നമുക്ക് ഗൈസ്. ഇനി നമുക്ക് എന്നായിരുന്നു ഈ കളി നമുക്ക് എന്തായാലും പിടിക്കാൻ നോക്കണം നല്ല കില്ലെടുത്തില്ലെങ്കിൽ മൊത്തം മുമ്പും. ബിക്കോസ് നമ്മളാണ് ഇപ്പോൾ ഏറ്റവും കില്ലിൽ പറയുന്നത്. നമ്മളല്ല, വേറെ ഒരെണ്ണം. ഇതെന്നാ പേര്? ഇത് ന്യൂജാവാ ന്യൂജ, ഇതെന്നാ പേരാ മലറിത്? ഒരുത്തം തീരേണ്ടതാണ് ഇപ്പോൾ. ദേവനിട്ടുള്ള പണി ഇപ്പോൾ കൊടുക്കാം. പക്ഷെ അവൻ്റെ ടീമേറ്റ് അവിടെ നിൽക്കേണ്ട, അതാണ് നമുക്കും കുഴപ്പം. ഇതേതോ കപ്പ എന്തോ പറയാമെന്ന് എനിക്ക് തോന്നണേ. മറ്റൊന്ന് എവിടെ നിന്ന് കയറി വരണ്ട. എന്തായാലും നമുക്കിപ്പോൾ സൈഡിലേക്ക് ഓടാം ഗൈസ്. ഞാനവിടെ കണ്ട എനിമിയുടെ തലയാണോ? യൊമ്പേ, പുറകിൽ എനിമി, ബാക്കിൽ എനിമി, ഫ്രണ്ടിൽ എനിമി, എല്ലാ കാലിലും എനിക്ക് എനിമി ഉണ്ട്. ഇത് അടി കിട്ടുകയും ചെയ്തു. എൻ്റെ ഒരു കില്ല. പൊന്നെ നീ ഇങ്ങോട്ട് വരല്ലേ? മുമ്പെന്ന് എനിക്കറിയാമായിരുന്നു. മുമ്പിലാണെങ്കിൽ വട്ടത്തിലല്ലാണ് മുമ്പും. ഇതാണ് നമ്മുടെ ഗെയിം സ്പിരിറ്റ്. അടുത്തത് തീർന്നു. താമഴൻ്റെ ഇനി എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം വേണമല്ലോ. നമ്മുടെ പിള്ളേരെല്ലാം ചാർജായി. ഇനി അവന്മാരെ ചാർജ് ചെയ്ത് കൊടുക്കാൻ പോണ ഈ കളി നിങ്ങൾ കണ്ടോ? ഈ കളി അവന്മാരുടെ കയ്യിൽ നിന്ന് പോയ കളിയാണ്. ബിക്കോസ് അവന് ടീമോട്ട് നിങ്ങൾ കണ്ടായിരിക്കും, ലോലിമോട്ട് തന്നെ. പിന്നെ ഈ ഫ്രീ ഫയർ പ്ലെയേഴ്സിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അറിയാലോ. ഒരു പ്രാവശ്യം എനിമി നമ്മൾ അടിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ ഇമോട്ട് എന്തെങ്കിലും ഇടുവാണെങ്കിൽ ഇമോട്ട് ഇട്ടാൽ തന്നെ വാശി കയറി കളിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് ലോലൊക്കെ ഇടുവാണെങ്കിൽ മോനെ തീർന്നു. ലോലും ചിക്കൻ ഡാൻസ് പോലത്തെ ഇമോട്ടൊക്കെ ഇടുവാണെങ്കിൽ എല്ലാം തീർന്നു. പിന്നെ ഈഗോ ഇട്ട് കളിക്കും. ഊമ്പി ഇപ്പോഴാട്ടെ ഞാൻ കണ്ടത് 2 ഊമ്പി ഇരിക്കുമെന്ന്. ഇനി പിള്ളേരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ചാകാൻ പോവാ. 1v പിടിക്കണമെന്ന് മാത്രം പറയരുത് ആരും എന്നോട്. നോക്കട്ടെ, താഴത്തുനിന്ന് അടിയുള്ളൂ. ഓ ഷിറ്റ് ഗൈസ്. രണ്ട് മലറും കാരണം അവന്മാർ രണ്ടുപേരൊന്നും ഓൺലൈനിൽ വന്നായിരുന്നെങ്കിൽ ഈ മലറന്മാർ രണ്ടുപേരും വായി തന്നുട്ടോ ഗൈസ്. ഒരുത്തനോട് CS കളിക്കാന്ന് പറഞ്ഞ് BRയിൽ നിന്ന് അങ്ങനെ CS ആക്കി എടുത്തിട്ട് CS കളിക്കാന്ന് പറഞ്ഞവനാ ഇപ്പം ചെയ്യണ പരിപാടിയാണ് മുമ്പിൽ തരാം. എന്തിനാടാ മോനെ? കളി പോയി ഗൈസ്, ഉറപ്പാ. എന്തായാലും പ്രൊട്ടക്ഷൻ കാർഡ് ഉണ്ടായിരുന്നു, അതും കോപ്പ്. കോപ്പ് അതും പോയാൽ നമ്മൾ ഊമ്പും. ഈ വീഡിയോ നടുക്കെന്നെങ്ങാലും മുറിഞ്ഞു പോയാൽ അതിനേക്കാളും മുമ്പിൽ പോണു. കോപ്പില വായി അടി കിട്ടി ചത്തു. ഇതാ എടാ, ഇതെന്തുവാടാ ഇത്? ഈ 2 സമ്മതിക്കണം കേട്ടോ. 2 ബോട്ടെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കളിയിൽ നൂപന്മാരെന്നല്ല. ഗൈസ്, അങ്ങനെ ആ കളിയിൽ നമ്മൾ മുമ്പിൽ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കളിയിലേക്ക് വന്നതാണ്. ഇത് നോക്കുക, ഓൾറെഡി 2 ടീം, ഒരു ടീം ടീമിലുണ്ട് എന്തായാലും. അതെനിക്ക് ഉറപ്പാണ് നമ്മുടെ ടീമിൽ തന്നെ അവനുള്ളത് ഇപ്പോൾ. കാരണം അവൻ്റെ ഇതിനകത്ത് കാണിക്കുന്ന ഇത് മാറ്റുവാണെങ്കിൽ നമുക്ക് ചെയ്ത്, കാരണം അതിനകത്ത് കാണിക്കുന്ന 2 പേരുണ്ടാ. ഈ 2 പേരുള്ള എപ്പോഴാണ് ഒരു ടീമിലുള്ളപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഗ്ലിച്ചാ അത് കോപ്പ്. ഞാൻ ആരുടെങ്കിലും ടീമിലാണോ വിളിച്ചു നോക്കാം. മുമ്പേലെ ഇനി ലാസ്റ്റ് ജോയിൻ ദ ഉറപ്പാ കോപ്പിറൈറ്റ് കിട്ടും. കോപ്പിറൈറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഉറപ്പ്. ആ പാട്ടിൻ്റെ ഒച്ച ഇവിടം വരെ. നമുക്ക് എന്തായാലും ഒരു മാച്ചും കൂടെ പോകാം, പിന്നെ പേടിക്കണ്ട.
നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പോഴെന്തേ സ്റ്റാർ അത്ര തന്നെയുണ്ട്. അങ്ങനെ നോട്ട് റാൻഡം ഈവൻറ്റ്. ആഹാ, ഈ കളി എന്ന മുമ്പിന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കഴിഞ്ഞ കളിയും ഇതേ തോക്ക് സെറ്റുകൾ, ഇതേ മാപ്പ്, ഇതേ പൊസിഷൻ. ഉമ്പി അല്ലല്ല ഇതൊന്നും ഇപ്രാവശ്യം ഇവിടെയല്ല കിട്ടിയത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അവിടെയായിരുന്നു കിട്ടിയത്. അപ്പം അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അത് ഈ സൈഡ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അല്ല അപ്പുറ സൈഡാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ ഇനിമയുണ്ട്. നിൽക്കട്ടെ ഗൈസ്, വൈബ്രേഷൻ ഒന്ന് ഓഫാക്കട്ടെ. വൈബ്രേഷൻ നല്ലോണം അടിച്ച് കയറുന്നുണ്ട്. ഓക്കെ, ഒരു മലറൻ തീർന്നു. അടുത്ത മലറൻ അതും തീർന്നു. കഴിഞ്ഞ കളി ഇതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ട് ഊമ്പിയതാണ്. ഇപ്രാവശ്യത്തെ കളി ഇങ്ങനെ എടുത്തിട്ട് ഊമ്പുമില്ലോ എന്ന് ആർക്കറിയാം. UMP അതേ തോക്കും കോപ്പും തന്നെയാണ്. എന്നാൽ പിന്നെ എനിക്കൊരു സംശയം, ഇപ്രാവശ്യം കിട്ടിയേക്കണമാർ ഇച്ചിരി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷന്മാർ പകുതി കളിയിൽ വെച്ച് ഓഫ്ലൈനിൽ പോയതുകൊണ്ട് ആ കളി നമ്മൾ ഊമ്പി. തോക്കും വെച്ച് നിർത്തി വിടാം കോപ്പ. ആ കളിയിൽ ഇറങ്ങിയിട്ട് അടിച്ചാൽ മതി. മൈക്ക് ഓഫ് ഒക്കെ ഇട്ട് കൊണ്ട് കേൾക്കണോ? ആഹാ, എന്തിലാട്ടെ ഗൈസ്, ഞാൻ ഇവിടെ വെച്ചാൽ നിർത്തി. എവിടെ വെച്ച് നിർത്തി, അതിന് മറന്നും പോയി. കഴിഞ്ഞ കളിയിൽ നമ്മൾ ഇതേപോലെ ആയിട്ട് ഞാൻ മറന്നു. കോപ്പ് ഗൈസ്, പുറത്തുനിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പാട്ട് കേൾക്കണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യണ്ട. കയറിപ്പോയി റിവൈവ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പറ്റില്ല. ബ്ലൂ ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് മെഡിയും തീർന്നു. ഒരുത്തൻ ഡൗൺ, മറ്റവൻ ഡൗൺ. അടുത്തവൻ ഡൗൺ. പറിച്ചു. പറ്റും. നമ്മൾ ഗിവപ്പ് ചെയ്യരുത്. ഗിവപ്പ് ചെയ്ത് വായി കിട്ടും. നെവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞൊരു ഇതും വെച്ച് നമ്മൾ വീണ്ടും കളിക്കുന്നു. നമുക്കറിയാവുന്ന ഈ സൈഡിലായതുകൊണ്ട് എനിമി ഈ സൈഡിൽ നിന്നും പിന്നെ മിഡിൽ നിന്നും വരാൻ ചാൻസ് ഉള്ളത്. അവിടെ നിന്ന് എനിമി വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പോകാണെങ്കിൽ നമുക്ക് അടി കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് മിഡിൽ നിന്ന് തന്നെ പോവാം. ഞാൻ പറയണാകുവാണെങ്കിൽ മിഡിൽ നിന്ന് ആൾക്കാരില്ല. പറഞ്ഞപ്പോൾ മിഡിൽ നിന്ന് ആൾക്കാരില്ല. ഞാൻ ആ കളിയിൽ സത്യം പറഞ്ഞാൽ മറ്റവനാ ഡ്രോൺ ഇട്ടില്ല എന്ന് നമുക്ക് കളി എടുക്കാമായിരുന്നു. നമ്മൾ എനിമീസിൻ്റെ കൂടാരത്തിലേക്ക് കയറി എനിമീസിൻ്റെ ഏരിയ ഇരുന്ന് ക്യാമ്പ് ചെയ്യാൻ നോക്കണം. മടുവാണം ഞാനാണ്. ഒരുത്തൻ ഡൗൺ, മറ്റവൻ ഡൗൺ. ഇതിനോട് കുറച്ച് പേഴ്സണൽ റിവെഞ്ച് ഉണ്ട്. ആ പേഴ്സണൽ റിവെഞ്ച് എന്തായാലും എടുക്കാൻ പറ്റി. ഊമ്പി എടാ, ഈ മലർമാരൊക്കെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടായമാരാട്ടോ. ഓ ജോഡ് ബ്രോ, ഇങ്ങനെ തന്നെ കളി. മറ്റവൻ എസ്കേസും വെച്ചാൽ വന്നേന്ന് തോന്നുന്നു. ഇപ്പോൾ പിന്നെ മറ്റവൻ ഇച്ചിരി നൂബായിട്ട് കളിക്കണേ. മറ്റവനെ പേടിക്കണ്ടാന്ന് തോന്നുന്നു. പക്ഷെ മറ്റവന് കളി എടുത്താൽ മോനെ ഫക്ക് ദ ഗെയിം. ഞാൻ ഗെയിമിന് കൂടുതൽ തെരുവ് പറയാനുള്ള ഈ വീഡിയോ എങ്ങനെ അറിയാൻ വല്ല കരിനക്കാരെല്ലാം കണ്ട എൻ്റെ വായിലടിച്ച് കിട്ടുമെന്ന് എനിക്കറിയാം. ഞാനോട് ഗെയിമിന് തെരുവെന്ന് പറയാനുള്ള. ഇവൻ ഇനി ഡെസേർട്ടും വെച്ച് ഒരു അടി അടിച്ചൊന്നും പറഞ്ഞ് കോൺഫിഡൻസ് കളിച്ച് ഇവൻ്റെ കോൺഫിഡൻസോടെ വായി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ശിവൻ ചെയ്യണ ശരിയാ. കാരണം ഇപ്പം അടി ഊമ്പി. ആദ്യത്തെ ഷോട്ട് ഊമ്പി.
അവനാ പെട്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള. പക്ഷെ സോം വരുമ്പോൾ എന്തായാലും പെട്ടിയിൽ നിന്ന് ഇറങ്ങുമെന്ന് ഉറപ്പുണ്ട്. ആ ഊമ്പുള്ളൂ മോനെ നീ. ആ ഊ ആ ഊ അടിക്കടാ അവിടെ. ഇത് ഊമ്പാനുള്ള പരിപാടി കേട്ടോ. ഇത് ഊമ്പാനുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ ഊമ്പാനുള്ള പരിപാടിയാണ്. എന്തായാലും കളി എടുത്തോണ്ടേ മച്ചാൻ. ഇത് കഴിഞ്ഞ വർഷം നടന്ന സിറ്റുവേഷൻ അല്ലേ? നമ്മൾ ചത്തു, അവന്മാർ ലോലിമോട്ട് ഇട്ടു. ഇപ്രാവശ്യം അവന്മാർ ചത്തു, നമ്മൾ ലോലിമോട്ട് ഇട്ടു. അപ്പോൾ അവന്മാരെല്ലാവരും ഓഫ്ലൈനിൽ പോയോ? അല്ല, നമുക്ക് 2 വാണങ്ങളുണ്ടായിരുന്നു ഓഫ്ലൈനിൽ പോയത്. അതിൽ പറഞ്ഞാൽ നമ്മുടെ ചങ്ക് ഫ്രണ്ടും കൂടെയാണ്. എക്സമേറ്റിന് അടിച്ചു കൊടുത്തേക്കാം. എക്സമേറ്റിന് അടിച്ചിട്ടുണ്ട് ഓൾറെഡി. എന്നാൽ പിന്നെ പൊട്ടാസിലടിച്ചേക്കാം. കൂട്ടത്തോടെ എല്ലാം കൂട്ടമരണമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കില്ല് പോയി എവിടോ കില്ല് പോയെന്നും പറഞ്ഞ് നമ്മുടെ വായി കിട്ടിയപ്പോൾ. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ നമ്മുടെ 3-ാം നമ്പർ എന്തൊക്കെയോ കാണിക്കണ്ട്, 2 എന്തൊക്കെയോ കാണിക്കണ്ട്. ഒന്നും ഒരുത്തൻ ഡൗണും ആയി. ഇവൻ ഇത് മുമ്പാനുള്ള പരിപാടി. ആ ബുക്കുങ്ങട് അങ്ങനെ 2v1 സിറ്റുവേഷനായി ഗൈസ്. ഇവനിപ്പോൾ പൊട്ടാസ് എടുത്തോണ്ട് ഇറങ്ങുവാണ്. ഇവൻട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാ പ്രശ്നം 1v എടുക്കാൻ എളുപ്പമല്ലല്ലോ. ഇത് എടാ ഇപ്പോൾ ഇപ്പം അവൻ മുമ്പേൻ്റെ ആർന്ന് ഗൈസ്. ഇപ്പം അവൻ ഇതെടുത്ത് കളിച്ചാൽ അവന് പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവനത് പ്രോ പ്ലെയറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ട് ഹാപ്പനിങ് നെക്സ്റ്റ് എന്ന് നമുക്ക് നോക്കാം ഗൈസ്. എനിക്ക് മറ്റേനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇവനും ഈ കളി എടുക്കുവാണെങ്കിൽ മാറ്റേണ്ട വരും. തോക്കുവാണെങ്കിൽ നാക്കേണ്ട വരും തോന്നുന്നു. ഓക്കെ, ഓസ്കാർ ഇടുവാണെങ്കിൽ നിനക്ക് എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും ഇതാകാറില്ല. ഏത് ഓൾഡ് പ്ലെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ സാർ യൂംബി. ഈ യൂംബിനെ അറിഞ്ഞുകൊണ്ട് അവർ പേരിട്ട്, യുഎംപിക്ക് അവർ അറിഞ്ഞുകൊണ്ട് പേരിട്ടാന്ന് വന്നു. കുറച്ചും കൂടെ ഇതാക്കി എടുക്കുകയാണെങ്കിൽ UMPക്ക് വരെ ഊമ്പിന്ന് ഇടാൻ നമുക്ക് വേണം ഈ തോക്കിന്. കാരണം എന്നിട്ടേ ഈ തോക്കിൽ കയ്യിലുള്ളവന്മാർ ഈ തോക്ക് കയ്യിലുള്ളവന്മാരുടെ എതിരാരെങ്കിലും പോവുകയാണെങ്കിൽ എതിരെ നിൽക്കണവൻ ഊമ്പി. അതാണ് തോക്കിൻ്റെ പേര് UMP. കുറച്ചും കൂടെ ചേർത്ത് വായിച്ചാൽ ഊമ്പി. നമുക്ക് ഇവിടെ നിൽക്കാം, ഇവിടെ നിന്ന് കളിക്കാം. ഫൂട്ടുണ്ടവന്. ഇത് നമുക്ക് എല്ലാവർക്കും ഫൂട്ടുണ്ടെന്ന് തോന്നേ. ഞാൻ മിട്ടീന്ന് കയറേണ്ട ശരിയാവില്ല. ഓസ്കാർ ഇപ്പോൾ ചാർജും അല്ല. അതെന്നത് ഇത് ത്രോഗണ്ണൊക്കെ വെച്ച് അവിടെ ഈ നൂപന്മാർ ഏതാ ത്രോഗണ്ണും വെച്ചൊക്കെ. ഇത് കുഴപ്പമില്ലല്ലോ. ഒന്ന് റിവൈവ് ആകാൻ പോണേ. ഇപ്പോഴാണ് നമ്മുടെ ഇവൻ ചത്തത്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണ അത്ര സേഫ് അല്ലാന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ഓഫ് നീഡ്. എന്തോ മെസ്സേജ് വന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായാലും ക്യാമറ കേട്ട് കാണും, റെക്കോർഡിങ് കേട്ട് കാണും. എനിക്ക് ഉറപ്പാണ് അത് കേട്ട് കാണുമെന്ന്. അടുത്തോട്ട് ഞാൻ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഇടാന്ന് തോന്നുന്നു. നമുക്ക് റിസ്ക് എടുക്കാം ഇപ്പോൾ. എന്നെ ഇടുന്ന ഇത് ഏത് കോപ്പനാണ് ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കണേ. ഗൈസ് ഒരു മിനിറ്റ് ഗൈസ്. മറ്റേ ഞങ്ങളുടെ ഒരു ഗിൽഡുണ്ട്, ഗിൽഡിൻ്റെ ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഇത്രയും കുറച്ച് മെസ്സേജ് വന്നുകൊണ്ടിരിക്കണേ. കലി വന്നെ ചുമ്മാ. ഓപ്പ് ഫ്രണ്ടിൽ നിന്ന് പടിയെന്ന് അർത്ഥം. രണ്ടു പേർക്ക് അടിയുണ്ടല്ലോ. ഒരുത്തൻ കില്ലെടുത്തു. ഓക്കെ, മറ്റവൻ കണ്ടുപിടിക്കാം. മറ്റവൻ ഇമാർ തന്നെ എടുക്കുമെന്നാണ് തോന്നുന്നത് മൊത്തമായിട്ട്. പക്ഷെ മറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നു. പുതിയ ഇമോട്ട് അടിച്ചിരിക്കുന്നു.
ഗൈസ് ഇനി എന്തായാലും വീഡിയോ കട്ട് ചെയ്യണല്ല. നമ്മുടെ റാങ്ക് കൂടണം, ഇത് കാണാം. സ്റ്റാർ നമ്മുടെ പോട്ടെ, MVP ആയില്ല. നമ്മുടെ റാങ്ക് കൂടണം, നമുക്ക് ഇരുന്ന് കാണാം. ഓ ഷിറ്റ്, ഇനി ഒരു ഇതും കൂടെ വേണം. ഒറ്റയ്ക്ക് പറഞ്ഞ കൂടെ നമ്മൾ ഹീറോയ്ക്കിനാണ്. ഒറ്റയ്ക്ക് ഒരു സ്റ്റാറിനുള്ളിൽ നമ്മൾ ഹീറോയ്ക്കിലെത്തും. വീണ്ടും മെസ്സേജ്. ബസ്സിനെ കൊണ്ടുള്ള മെസ്സേജ് ഒന്നുമില്ല, നമ്മളെല്ലാം സൈറ്റായി ഉണ്ട്. പോയി മ്യൂട്ട് ചെയ്തു എല്ലാത്തിനെ. ഈ മോട്ടർ എന്തായാലും സെറ്റാട്ടോ, ഇത് സെറ്റാ. ഫ്രീ ആയിട്ട് കിട്ടിയ ഈ മോട്ടറുകൾ എനിക്കിതങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി. പിന്നതാ ഇതൊക്കെ ഗൈസ്. ഇന്ന് നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്താലോ. എല്ലാ ദിവസവും ജോക്കർ, അർജൻറ്റീന, പാൻറ്റ് മാറ്റല്ല, ഷൂ മാറ്റല്ല, ഇതങ്ങ് മാറ്റാം. വാണമായിട്ടുണ്ട്. ചിന്നും കുഴപ്പമില്ല. അർജൻറ്റീന നിൽക്കണേ, അർജൻറ്റീന തന്നെ ഇരിക്കട്ടെ. ഡബിൾ വാണമായിട്ടുണ്ട്, എക്സൽ വാണമായിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതിട്ട ഏതോ ഒരു ലോകത്തുനിന്ന് ഇറങ്ങി വന്ന ആളെ പോലെ ഉണ്ട്. നമുക്ക് നമ്മുടെ ജോക്കർ തന്നെ. അയ്യോ, ഇതേതാണ് സാധനം? ഇത് മറ്റേ സാധനമല്ലേ? എന്നാ ജഡ്ജ്മെന്റ് ഓഫ് അയൺ ഫേസ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബണ്ടിലാണ്. സീം ബണ്ടിലല്ലേ ഇത് ടോപ്പ് കണ്ട എൻ്റെ കയ്യിൽ. ടോപ്പ് എവിടെ? തിങ് കണ്ടാ? നമുക്ക് നമ്മുടെ അടുത്ത ഇതിനകത്തേക്ക് നോക്കാം. ഇനി എന്താ, നമുക്കൊരു ഇതും കൂടെ കിട്ടിയാൽ മതി ഗൈസ്. ഇനി കോപ്പി റൈറ്റിനെ പറ്റി ഒന്നും പഠിക്കണ്ട. ഞാനിപ്പോൾ പോയവരറിയാണ്ട് പാട്ടങ്ങനെ നൈസായിട്ട് അങ്ങ് കുറച്ചു. ഈ വീഡിയോയ്ക്ക് കോപ്പി റൈറ്റ് കിട്ടിയാൽ ഞാൻ കിടന്ന് കരയും. അയ്യോ, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ വെടിവെപ്പിൻ്റെ ഒച്ച അങ്ങ് സെറ്റാക്കട്ടെ. ഇതുകൊണ്ടോ ഈ ഒച്ചയ്ക്ക് വെറും ഒന്നി കിടക്കും, എന്നിട്ട് അത്ര ഒച്ച എനിക്ക് കേൾക്കണത്. ഇനി ഉമ്മാരെണ്ണയോ നമുക്ക് നോക്കാം. ഡേഞ്ചർ 444 ഗൈസ്. ഇവൻ 1v3 എടുത്താലും സബ് ചെയ്യണ്ട. ഇവൻ ചത്തുവാണെങ്കിൽ എല്ലാവരും സബും ലൈക്കും ചെയ്യണം. പട്ടിപ്പുരവിനെ പോയി ചാകട. ചത്തിട്ടുണ്ട്. പീസ്, ദിസ് ഈസ് ദ പീസ്. ഇതിനകത്ത് UMP ഉണ്ട്. ഈ റൗണ്ട് തോറ്റ വല്ലാത്ത ഊമ്പലായിരിക്കും ഗൈസ് കിട്ടാൻ പോണത്. വല്ലാത്ത ഊമ്പൽ എന്ന് വെച്ചാൽ വല്ലാത്ത ഊമ്പൽ. ഗൈസ് ഞാനിപ്പോൾ സെറ്റാക്കാം. ഇതങ്ങ് സെറ്റാവുമെന്ന് തോന്നല്ല ഗൈസ്, ഇതങ്ങ് സെറ്റാകാൻ പോണില്ല. ഞാനിപ്പോൾ നമ്മുടെ ഡെസേർട്ടും വെച്ച് ഇറങ്ങിയിരിക്കുന്നു. ഡെസേർട്ടും വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും തോന്നി നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. എല്ലാത്തിനും ഫൂട്ടും ഉണ്ട്. ആ ഫൂട്ട് മാത്രമല്ല, മുമ്പിൽ എനിമിയുണ്ട്. അതിനാ ക്യാരക്ടർ അത്ര മറക്കാ. പുറകിൽ നിന്ന് വന്ന് നമ്മൾ കണ്ടില്ല. നമുക്കിനി ബാക്കിയുള്ളവരുടെ കളി നമുക്ക് കമൻട്രി അടിക്കാം. അങ്ങനെ നമ്മുടെ ബി ജെ പിയോ BJP നമ്മുടെ BJP ആൻഡ്രോയിനെ കണ്ടു. ആൻഡ്രോയ്ക്ക് ഹെഡ് കൊടുത്തിരിക്കുന്നു. BJP വീണ്ടും മൂക്കോങ്ങി മാറുമില്ല, നമുക്ക് നോക്കാം. ഓ, BJP ഇതാ മുമ്പിലേക്ക് പോകണു. ഓക്കെ, BJP മേളിലാണ് ആളുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല, കേൾക്കൊന്നുമില്ല. ഓക്കെ, BJP 36 ഡാമേജ് കൊടുത്തിട്ട് വാണത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കണ്ടെയ്നറിൻ്റെ പുറകിൽ കയറി തിരിച്ച് പുറകോട്ട് ഓർന്നു. എന്നാ കുഴപ്പമാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ എനിമി ഇപ്പോൾ കാണാണ്ടായിരിക്കുന്നു. എനിമി പുറകിൽ നിന്ന് കയറി അടിച്ചാൽ ഞാൻ ഇവിടെ കിടന്ന് പൊട്ടിയും ചിരിക്കും. പക്ഷെ കുറച്ച് രണ്ട് കരയുകയും ചെയ്യും. ബിക്കോസ് നമ്മുടെ റാങ്കാ പറയണേ. ഓ, BJP ട്രിപ്പിൾ കിൽ അടിച്ച് 1v3 എടുത്തിരിക്കുന്നു. നൈസ്. അങ്ങനെ നമുക്ക് നമ്മുടെ ലെജൻഡറി വെപ്പൺ UMP എന്ന് വെച്ചാൽ UMP കിട്ടിയിരിക്കുന്നു. 2 ഗ്ലൂ വാൾ എടുക്കാം. പക്ഷെ ഗ്ലൂ വാൾ എടുത്തിട്ട് ഞാൻ കാര്യമില്ല, ഗ്ലൂ വാളൊന്നും ഇടാറില്ല. ഒരു പാട്ട് പാടണമെന്നുണ്ട് എനിക്ക്. പക്ഷെ പാട്ട് പാടി നമുക്ക് പറഞ്ഞില്ല. ഒരു കളി ജയിച്ചതിൻ്റെ കോൺഫിഡൻസിൽ നമ്മൾ വീണ്ടും കളി. BJP ഇപ്പോഴും അവിടെ നിൽക്കേണ്ട താഴെ തന്നെ. ഡേഞ്ചർ ഡ്രോപ്പിൽ വിട്ടാൻ പോയേക്കണു. 2 ഗ്ലൂ വാൾ നമ്മുടെ കയ്യിലുണ്ട്. 3 എണ്ണം താഴെയാണ്. 3 എണ്ണം താഴെയാണെങ്കിൽ 4 എണ്ണം മുകളിലായിരിക്കും എന്നൊരു സംശയം. പക്ഷേ സംശയിക്കേണ്ട,
ഓടിച്ചെന്തേ സൈഡിൽ നിന്ന് എൻ്റെ എനിക്ക് തന്നെ എൻ്റെ കില്ല് മാത്രമേ ആൾക്കാർ കില്ല് മുമ്പണമെന്ന് മനസ്സിലാണല്ല. കുഴപ്പമില്ല എന്തായാലും. അപ്പോൾ ഇനി പേടിച്ചിട്ട് എന്ത് കാര്യം? നമുക്ക് അമ്മമാർ തന്നെയാണ് നോക്കിയിട്ട് വരാം. വേഗം നോക്കാനല്ല, അമ്മമാർ കില്ലെടുക്കുമല്ലോ നോക്കാൻ വേഗം പോയി. അല്ലെങ്കിൽ നമ്മളിത് അൾട്രാ ഗെയിമർ പ്രോ മാക്സ് റൈസ് സ്റ്റാർ ലെവൽ ഗെയിമർ ഡയലോഗ് കംപ്ലീറ്റ് ആക്കാനെങ്കിലും സമ്മതിക്കണം മലറുകളെ. ഇത് ഒരെണ്ണത്തിൻ്റെ ലോങ് എല്ലാണോ ഷോർട്ട് റേഞ്ച് കുത്തി പിടിക്കാണ്ട് വന്നവന്മാരാന്ന് തോന്നുന്നു. നമുക്ക് മാത്രമല്ല ലോങ് റേഞ്ച് ആയിട്ടുള്ള തോക്കെടുക്കാം. ഫാരഫെൽ വായിന്ന് പോലെ മൈക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മൈക്ക് ഞാൻ വായിലെടുത്ത് പിടിച്ചിട്ടാണ് കളിക്കണത്. ആ കഴുത്ത് കണ്ടോ, ഡാമേജും കില്ലും ഹൈ ലെവൽ കില്ലും ഡാമേജുമാണ്. നോബിറ്റായും ഡേഞ്ചറും BJPയും മൈക്കിൽ നിന്ന് പൊച്ച കടിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങൾക്ക് നോബിറ്റയുടെയും ഡേഞ്ചറിൻ്റെയും കൂടെ പോവാം. നോബിറ്റ മറ്റേ ചേർക്കണല്ലേ ഡോറിമോണിലെ ഒരേവാ മങ്കിടി ലൂഫി. ഞാൻ മങ്കിടി ലൂഫി, സോറി ഞാൻ ലൂഫി ദ ഗെയിമർ. ഈ കളി ബൊയ്യടിച്ചിരിക്കും. മൈക്കിന് വായിൽ വെച്ചാൽ നമുക്കിട്ട് പണി കിട്ടും. ആദ്യമേ ഡേഞ്ചറിന് റിവൈവ് ചെയ്യാം. ഡേഞ്ചർ നീ പൊങ്ങുവിൻ. ഇപ്പം നമുക്ക് ഡേഞ്ചർ ആയിരിക്കുന്നു. ഓക്കെ, BJP ഇതാ ഒരു കില്ലെടുത്തിരിക്കുന്നു. BJPക്ക് സപ്പോർട്ടില്ല. BJPക്ക് സപ്പോർട്ട് പോകുമെന്ന് ചോദിച്ചാൽ നമുക്ക് വായിലും കിട്ടി. അതും രണ്ട് സൈഡിൽ നിന്ന്, ഒന്ന് മുമ്പിൽ നിന്ന് ഒന്ന് ബാക്കിൽ നിന്ന്. അങ്ങനെ മുമ്പിൽ നിന്നും ബാക്കിൽ നിന്നും നമ്മുടെ വായി കിട്ടിയത് കൊണ്ട് നമ്മുടെ പ്ലെയേഴ്സിന് എന്ത് ചെയ്യും? 2 പേര് അവിടെയും 2 പേര് ഇവിടെയും. 2 പേര് അവിടെയും ഇവിടെയാണെങ്കിൽ നമ്മുടെ BJP ഇതാ 1v എടുക്കാമെന്ന് ഒരു പ്ലാനിൽ വീണ്ടും ചാടി സോണിൽ കയറി പിന്നെയും പുറത്തിറങ്ങി മെഡിക്കറ്റ് അടിക്കുന്നു. നോബിറ്റ എ ഡ്രോപ്പ് എടുത്ത് നേരെ BJPക്ക് സപ്പോർട്ടിന് വേണ്ടി പോണു. നോബിറ്റ നേരെ MP5 വെച്ച് ഏത് കാലിലേക്ക് അവൻ പോണത് സത്യം പറഞ്ഞാൽ. നോബിറ്റ ഇത് അവൻ്റെ കില്ലെടുത്തിരിക്കുന്നു. കമൻട്രി പറയണത് എന്തായാലും നല്ല. റെസ്റ്റ് ഇൻ പീസ് ഓഫ് മൈ കമൻട്രി. ഇതാ BJP ഇതാ 2ാമത്തെ കില്ലെടുത്ത് വിക്ടറി അടിച്ചിരിക്കുന്നു ഗായ്സ്. ഈ വിക്ടറി എടുത്തോടെ നമുക്ക് ബുയ്യ അടിക്കാൻ പറ്റുമോ നോക്കണം. എന്തായാലും നമ്മുടെ UMP പോയി. ഈ സാധനം മിന്നും അതിൽ നമ്മളെല്ലാ പീസ് ഓഫ് സാധനങ്ങളും ഒരെണ്ണം വെച്ചെടുത്തിരിക്കുന്നു ഗൈസ്. ഈ കളിയും കൂടെ ബുയ്യ അടിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇവിടെ നിർത്തും. കാരണം വീഡിയോയ്ക്ക് കോണ്ടന്റ് ഇല്ല. കോണ്ടന്റ് തന്നെ ഹീറോയ്ക്ക് അടിക്കാനായിരുന്നു. ദൈവമേ ഈ കളിയെങ്കിലും ബുയ്യ അടിക്കണേ. പക്ഷേ ഈ സാധനം പോലെ ദൈവമേ ഈ കളി ബുയ്യ അടിക്കണേ. BJP ആദ്യത്തെ ഡാമേജ് എല്ലാ ഗെയിമിലും എനിക്കാ. ഇതെന്നാടാ ഞാൻ നൂബായി തുടങ്ങിയ വന്ന് നൂബുകളെക്കാളും കഷ്ടമായി തുടങ്ങി. ആദ്യമൊക്കെ UMP വെച്ച് കളിക്കണത് മറ്റേ ഇതിൻ്റെ അകത്ത് തന്നെ എൻ്റെ UMP ഗെയിം പ്ലേ ഉണ്ടല്ലായിരുന്നു. അപ്പൊക്കെ UMP വെച്ച് കളിക്കണത് ഇപ്പം എന്നതാ പണി വെച്ചിറക്കണേ. ഇപ്പം 2 പേരും ഒരുത്തന്നെ എയിം ചെയ്തുകൊണ്ടിരിക്കണു. അതൊക്കെ നോബിറ്റ AW വെച്ച് എന്തൊക്കെയോ കടന്ന് കാണിക്കണ്ടേ. എയറിലൊക്കെ വെടി പൊട്ടിക്കണ്ട്. നോബിറ്റ് ഇതാ നോബിറ്റ് ഇത് നമ്മുടെ നോക്ക് ഡൗൺ ചെയ്തിരിക്കുന്നു. നോബിറ്റ് ചെയ്ത ധൈര്യത്തോടെ കയറി ചെല്ലണു. ഗൈസ് ഇവിടെ എന്താ മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. ഇല്ല ഞാൻ വെച്ചാൽ ചത്തട്ട എങ്ങനെ വീണ്ടും മുങ്ങിയെന്ന്. നമ്മൾ ചത്താലും നമ്മൾ കില്ലെടുത്തിരിക്കുന്നു. നമ്മളങ്ങനെ ഹീറോയ്ക്ക് അടിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്കായിരിക്കുന്നു. അങ്ങനെ ലൈഫിലെ CS സെക്കൻഡ് ഹീറോയ്ക്ക് 4 വർഷം മുമ്പൊക്കെ ഞാൻ കളി തുടങ്ങിയ ടൈമിൽ, കളി തുടങ്ങി 4 വർഷം മുമ്പല്ല 5 ആയി. എന്നാൽ 4 വർഷം ഞാൻ പറയുമ്പോൾ കയറി വരണുണ്ട്. ആ ടൈമിലൊക്കെ ഈ ഹീറോയ്ക്കെന്ന് ചോദിച്ചാൽ എന്നാ സാധനം അറിഞ്ഞൊന്നും എനിക്കറിയുള്ളൂ. എനിക്കല്ല ഓൾഡ് പ്ലെയേഴ്സിന് എല്ലാത്തിനും അറിയാം. അപ്പോഴേക്ക് ഈ ഹീറോയ്ക്ക് അടിക്കണമെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഡ്രീമായിരുന്നു. ഞാൻ വരെ മുക്കിത്തൂറിയാണ് മറ്റേ സീസൺ 36 മറ്റേതിൻ്റെ അകത്ത് ഹീറോയ്ക്ക് അടിച്ചത്. നമ്മൾ പറഞ്ഞ പോലെ മറ്റേ ആ വർഷം ഞാൻ മുക്കിത്തൂറിയാണ് ഹീറോയ്ക്ക് അടിച്ചത്. ഫൈനലി അത്രയും കില്ലെടുത്തില്ലെങ്കിലും ഹീറോയ്ക്ക് അടിച്ച് ഇത് കൂട്ടിയിരിക്കുന്നു. സമാധാനം കേസ് എന്തായാലും. പിന്നെ നമ്മുടെ ലീഡർ ബോർഡും പോട്ടെ. ഇതിൻ്റെ അകത്ത് ചെന്നിട്ട് 26
അങ്ങനെ ഫൈനലി വീണ്ടും അങ്ങനെ ഒരു ഹീറോയ്ക്ക്. ഇനി എത്രയാ? 5 1 2 3 4 5 5. അടുത്ത സീസണിൽ നമ്മൾ ഇതേതാ തോക്ക് MP5ൻ്റെ ഈ സ്കിൻ നമ്മൾ എടുക്കും, ക്രൗണ്ട് ഗ്ലോറി. അപ്പോൾ ഗൈസ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്ര മതി. പിന്നെ നമ്മുടെ ഗോളാകുന്ന ഹീറോയ്ക്ക് അടിക്കൽ നമ്മൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ വീഡിയോ എടുത്താണ്. ഓക്കെ, ബൈ ബൈ. പിന്നെ ഗൈസ് വീഡിയോ കണ്ടവരെല്ലാവരും സബ് ലൈക്ക് ചെയ്യണം, മറ്റേ വീഡിയോയിലൊന്നും ആകരുത്.